എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും +1 zoology ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. In the previous classes we were discussing about chemical coordination and integration. രാസീയ ഏകോപനത്തിന് സഹായിക്കുന്ന എൻഡോക്രൈൻ സിസ്റ്റത്തെ കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. And we have discussed about certain glands like hypothalamus, pituitary, thyroid, parathyroid, pineal and thymus glands in detail. Now we will move on to the next gland, the adrenal gland. Adrenal glands are located on the anterior part of kidney. The word renal is related to kidney. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും renal colic, renal tubules, renal absorption etc. വൃക്കയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വാക്കാണ് renal. Adrenal gland located on the anterior side of the kidney. മനുഷ്യരിൽ ഒരു ജോഡി അഡ്രീനൽ ഗ്രന്ഥികളാണുള്ളത്. ഇവ വൃക്കകളുടെ മുകൾ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ഓരോ വൃക്കയുടെ മുകളിലും ഓരോ അഡ്രീനൽ ഗ്ലാൻഡ് എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അഡ്രീനൽ ഗ്ലാൻഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് 2 types of cells. ഓരോ അഡ്രീനൽ ഗ്ലാൻഡിലും 2 തരം കലകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. A centrally located tissue called adrenal medulla and a peripheral tissue called adrenal cortex. അഡ്രീനൽ ഗ്രന്ഥിയുടെ സെക്ഷൻ പരിശോധിച്ചാൽ പുറമേ കാണുന്ന പാളി കലകളെ അഡ്രീനൽ കോർട്ടെക്സ് എന്നും മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കലകളെ അഡ്രീനൽ മെഡുല്ല എന്നും പറയുന്നു. അഡ്രീനൽ കോർട്ടെക്സിനും മെഡുല്ലയ്ക്കും ഘടനാപരമായി വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അവ വ്യത്യസ്ത തരം ഹോർമോണുകളെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. These hormones perform different functions. നമുക്ക് ഓരോ ഭാഗവും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. Adrenal medulla secretes 2 hormones called adrenaline and noradrenaline. Adrenaline is also called epinephrine. Similarly, noradrenaline is called norepinephrine. അപ്പോൾ അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ, നോറഡ്രിനാലിൻ അഥവാ നോറെപ്പിനെഫ്രിൻ, ഇങ്ങനെ 2 തരം ഹോർമോൺസിനെയാണ് അഡ്രീനൽ മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദീസ് ഹോർമോൺസ് ആർ കോമൺലി കോൾഡ് കാറ്റക്കോലമൈൻസ്. കാറ്റക്കോലമൈനുകൾ എന്ന വിഭാഗത്തിലാണ് അഡ്രിനാലിനും നോറഡ്രിനാലിനും ഉൾപ്പെടുന്നത്. അഡ്രിനാലിൻ ആൻഡ് noradrenaline are rapidly secreted in response to stress of any kind and during emergency situations. So they are called emergency hormones or hormones of fight or flight. സാധാരണയായി നമ്മുടെ ശരീരത്തിൽ അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ എന്നീ ഹോർമോണുകൾ വളരെ ദ്രുതഗതിയിൽ സ്രവിപ്പിക്കപ്പെടുന്നത് കടുത്ത മാനസിക സംഘർഷം അല്ലെങ്കിൽ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുമ്പോഴും അത്യാവശ്യ ഘട്ടങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലുമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ വേഗത്തിൽ നമ്മുടെ രക്തത്തിലേക്ക് അഡ്രിനാലിനും നോറഡ്രിനാലിനും സ്രവിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ അടിയന്തര ഘട്ടത്തെ അതിജീവിക്കാൻ സഹായിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അടിയന്തര ഘട്ടത്തിൽ സ്രവിപ്പിക്കപ്പെടുന്നത് കൊണ്ട് ഈ ഹോർമോണുകളെ പൊതുവെ എമർജൻസി ഹോർമോണുകൾ എന്നാണ് പറയുന്നത്. ദീസ് ഹോർമോൺസ് ഓൾസോ ഹെൽപ്പ് us ടു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഒരു പ്രതിസന്ധി സാഹചര്യത്തെ നേരിടാനോ അതിൽ നിന്ന് രക്ഷപ്പെടാനോ നമ്മളെ പ്രേരിപ്പിക്കുന്നത് കൊണ്ട് ഇവയെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺസ് എന്നും വിളിക്കാറുണ്ട്. ഈ ഹോർമോൺസിന് ചില സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ട്. എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ അടിയന്തര സാഹചര്യത്തെ നേരിടാൻ സജ്ജമാക്കുന്നത്? ദീസ് കാറ്റക്കോലമൈൻസ് ഇൻക്രീസ് അലേർട്ട്നെസ്, പ്യൂപ്പിലറി ഡൈലേഷൻ, പൈലോ ഇറക്ഷൻ, സ്വെറ്റിംഗ് എക്സെട്ര. നാം അപരിചിതമായ ഒരു സാഹചര്യത്തിൽ, ഉദാഹരണത്തിന് ഇരുട്ടിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ നാം വളരെ അലേർട്ടാവും. എന്താണ് ആ അനക്കം അല്ലെങ്കിൽ ആ ശബ്ദം എന്നറിയാൻ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധാലുവാകും. ആ സമയത്ത് നമ്മുടെ കണ്ണിലെ പ്യൂപ്പിൾസ് ഡയലേറ്റ് ചെയ്യും. നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത്. ഭയമുണ്ടാകുമ്പോൾ നമുക്ക് പൈലോ ഇറക്ഷൻ ഉണ്ടാകും. പൈലോ ഇറക്ഷൻ മീൻസ് റേസിംഗ് ഓഫ് ഹെയർസ്. രോമകൂപങ്ങൾ നിവർന്നു നിൽക്കും. ആൻഡ് വിൽ സ്വെറ്റ്, നമ്മൾ വിയർക്കും. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നത് കാറ്റക്കോലമൈൻസ് എന്ന അഡ്രിനാലിനും നോറഡ്രിനാലിനുമാണ്. ബോത്ത് ദീസ് ഹോർമോൺസ് ഇൻക്രീസ് ഹാർട്ട് ബീറ്റ്, the strength of heart contraction
and the rate of respiration. നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്നു, ഹൃദയം ശക്തിയായി സങ്കോചിക്കാൻ സഹായിക്കുന്നു, ശ്വസന നിരക്ക് വർദ്ധിപ്പിക്കുന്നു. പലപ്പോഴും ഭയം കൊണ്ട്, പരിഭ്രമം കൊണ്ട് നമ്മുടെ ശ്വസന നിരക്ക് വർദ്ധിക്കും, നമ്മുടെ ഹൃദയമിടിപ്പ് വല്ലാതെ ഉയരും. ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും കാറ്റക്കോലമൈൻസ് ആണ്. കാറ്റക്കോലമൈൻസ് also stimulate the breakdown of glycogen, resulting in an increased concentration in the blood. കോശങ്ങളിൽ സംഭരിക്കപ്പെട്ടിട്ടുള്ള ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുകയും അതുവഴി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ശരീരത്തിലെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു, ശ്വസന നിരക്ക് വർദ്ധിക്കുന്നു, മെറ്റബോളിക് റിയാക്ഷൻസിൻ്റെ വേഗത വർദ്ധിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഗ്ലൂക്കോസ് ആവശ്യമാണ്. ഇതിനാവശ്യമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നതും കാറ്റക്കോലമൈനുകളാണ്. ഇൻ അഡീഷൻ, they also stimulate the breakdown of lipids and proteins. ഇപ്പോൾ ഗ്ലൈക്കോജൻ്റെ ബ്രേക്ക് ഡൗണിനെ മാത്രമല്ല, ലിപ്പിഡുകളുടെയും പ്രോട്ടീനുകളുടെയും ബ്രേക്ക് ഡൗണിനെയും കാറ്റക്കോലമൈനുകൾ ഉദ്ദീപിപ്പിക്കുന്നു. ഇപ്പോൾ ശരീരത്തിൽ നടക്കുന്ന ത്വരിതഗതിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ സഹായിക്കാൻ ആവശ്യമുള്ള ഗ്ലൂക്കോസിനെ ഏതെല്ലാം മാർഗങ്ങളിൽ നിന്ന് ലഭ്യമാക്കാൻ സാധിക്കുമോ അതിനൊക്കെ കാറ്റക്കോലമൈനുകൾ എന്നറിയപ്പെടുന്ന അഡ്രിനാലിനും നോർ അഡ്രിനാലിനും സഹായിക്കുന്നു. ദി അഡ്രീനൽ കോർട്ടെക്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3 ലെയേഴ്സ്. പുറമേയുള്ള പാളികലകളാണ് അഡ്രീനൽ കോർട്ടെക്സ്. ഇവയ്ക്ക് 3 പാളികളുണ്ട്. ദേ ആർ ദ ഇന്നർ ലെയർ കോൾഡ് സോണ റെറ്റിക്കുലാരിസ്, മിഡിൽ ലെയർ കോൾഡ് സോണ ഫെസിക്കുലേറ്റ ആൻഡ് ദ ഔട്ടർ ലെയർ കോൾഡ് സോണ ഗ്ലോമറുലോസ. അങ്ങനെ 3 വ്യത്യസ്ത പാളികൾ ചേർന്ന ഒരു ടിഷ്യൂ ലെയറാണ് അഡ്രീനൽ കോർട്ടെക്സ്. അഡ്രീനൽ കോർട്ടെക്സ് സെക്രീറ്റ്സ് മെനി ഹോർമോൺസ്. ദേ ആർ കളക്റ്റീവ്ലി കോൾഡ് കോർട്ടിക്കോയിഡ്സ്. അഡ്രീനൽ മെഡുല സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസുകളെ കാറ്റക്കോലമൈനുകൾ എന്ന് പറഞ്ഞതുപോലെ അഡ്രീനൽ കോർട്ടെക്സ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിനെ പൊതുവായി കോർട്ടിക്കോയിഡ്സ് എന്നാണ് പറയുന്നത്. ഇവ 2 വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നു. ദേ ആർ glucocorticoids and mineralocorticoids. Glucocorticoids are corticoids which are involved in carbohydrate metabolism. അന്നജത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്ന കോർട്ടിക്കോയിഡ്സിനെയാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഒരു ഗ്ലൂക്കോകോർട്ടിക്കോയിഡിന് ഒരു പ്രധാന എക്സാമ്പിൾ കോർട്ടിസോൾ. Cortisol is the main glucocorticoid in our body. Mineralocorticoids are also hormones produced from adrenal cortex. These corticoids regulate the balance of water and electrolytes in our body. നമ്മുടെ ശരീരത്തിലെ ജല ലവണ സന്തുലിതാവസ്ഥ പാലിക്കാൻ സഹായിക്കുന്ന കോർട്ടിക്കോയിഡ്സിനെയാണ് മിനറലോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത്. A very fine example for mineralocorticoids in our body is aldosterone. Aldosterone എന്ന ഹോർമോണ് നമ്മുടെ ശരീരത്തിലെ മിനറലോകോർട്ടിക്കോയിഡിന് ഒരു നല്ല ഉദാഹരണമാണ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് സ്റ്റിമുലേറ്റ് ഗ്ലൂക്കോനിയോജനസിസ്, ലിപ്പോലിസിസ് ആൻഡ് പ്രോട്ടിയോലിസിസ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഗ്ലൂക്കോനിയോജനസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. വാട്ട് ഈസ് ഗ്ലൂക്കോനിയോജനസിസ്? കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്തുണ്ടാകുന്ന ഫൈനൽ പ്രോഡക്റ്റാണ് ഗ്ലൂക്കോസ് എന്ന് നമുക്കറിയാം. പക്ഷേ കാർബോഹൈഡ്രേറ്റ് ഇതര വസ്തുക്കളിൽ നിന്നും ഗ്ലൂക്കോസ് ഉണ്ടാകുന്നുണ്ട്. ഈ പ്രവർത്തനത്തെയാണ് ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനം. ഇങ്ങനെ ഗ്ലൂക്കോനിയോജനസിസിനെ സഹായിക്കുന്നത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആണ്. ബിസൈഡ്സ് ദേ സ്റ്റിമുലേറ്റ് ലിപ്പോലിസിസ് ആൻഡ് പ്രോട്ടിയോലിസിസ്. ലിപ്പിഡ്സിൻ്റെ ബ്രേക്ക് ഡൗണിനും പ്രോട്ടീനിൻ്റെ ബ്രേക്ക് ഡൗണിനും സഹായിക്കുന്നു. ആൻഡ് ഓൾസോ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഇൻഹിബിറ്റ് സെല്ലുലാർ അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സിനെ കോശങ്ങൾ വലിച്ചെടുക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെ തടയുകയും ചെയ്യും. ഇപ്പോൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഉണ്ട്. ദ ഫസ്റ്റ് ഫങ്ഷൻ ഇറ്റ് സ്റ്റിമുലേറ്റ് ഗ്ലൂക്കോനിയോജനസിസ്, ലിപ്പോലിസിസ് ആൻഡ് പ്രോട്ടിയോലിസിസ് ആൻഡ് inhibit cellular uptake and utilization of amino acids. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൻ്റെ എക്സാമ്പിളായി നമ്മൾ പറഞ്ഞത് കോർട്ടിസോൾ ആണ്. കോർട്ടിസോൾ ഈസ് ഓൾസോ ഇൻവോൾവ് ഇൻ മെയിൻറ്റെയിനിങ് ദ കാർഡിയോവാസ്കുലർ സിസ്റ്റം ആസ് വെൽ as the kidney functions. രക്തസംവഹന വ്യവസ്ഥയെയും വൃക്കയുടെ ധർമ്മത്തെയും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും കോർട്ടിസോൾ സഹായിക്കുന്നുണ്ട്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്
particularly cortisol, produces anti-inflammatory reactions and suppresses the immune response. ഗ്ലൂക്കോകോർട്ടിക്കോയിഡുകൾ പൊതുവേയും കോർട്ടിസോൾ പ്രത്യേകിച്ചും ആൻറ്റി ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്? ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് ശരീരത്തിൽ രോഗാണുക്കൾ കടക്കുമ്പോൾ ശരീരം അവയെ പുറന്തള്ളാൻ സ്വീകരിക്കുന്ന മാർഗമാണ് ഇൻഫ്ലമേഷൻ, വീങ്ങൽ പ്രതികരണം. ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിനെ തടയുകയും അതുവഴി രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുകയും ചെയ്യുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. കോർട്ടിസോൾ സ്റ്റിമുലേറ്റ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് RBCs ഓൾസോ. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുന്നു. കോർട്ടിസോൾ പ്രൊഡ്യൂസസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് ആൻഡ് ദെയർബൈ suppresses the immune response and stimulates the production of red blood cells. Mineralocorticoids, the main mineralocorticoid in our body is aldosterone. Aldosterone also plays dual functions. It acts mainly at the renal tubules and stimulates the reabsorption of sodium and water. വൃക്ക നളികകളിലാണ് അൽഡോസ്റ്റിറോൺ പ്രവർത്തിക്കുന്നത്. തൊട്ടു മുമ്പത്തെ എക്സ്ക്രീഷൻ എന്ന അധ്യായത്തിൽ നിങ്ങൾ വൃക്കയുടെ ഘടനയെക്കുറിച്ച് പഠിച്ചു. അതിൽ റീനൽ ട്യൂബ്യൂൾസിൽ റീഅബ്സോർപ്ഷൻ നടക്കുന്ന ഭാഗത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിയതാണ്. റീനൽ ട്യൂബ്യൂൾസിൽ ഈ ആൽഡോസ്റ്റിറോൺ പ്രവർത്തിച്ചുകൊണ്ട് സോഡിയം അയോണുകളുടെയും ജലത്തിൻ്റെയും പുനരാകിരണത്തെ സഹായിക്കുന്നു. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം അയോൺസ് ആൻഡ് വാട്ടർ ഫ്രം ദ റീനൽ ട്യൂബ്യൂൾസ് ആൻഡ് it stimulates the excretion of potassium and phosphate ions. കൂടാതെ പൊട്ടാസ്യം അയോൺസിനെയും ഫോസ്ഫേറ്റ് അയോൺസിനെയും റീനൽ ട്യൂബ്യൂളിലേക്ക് എക്സ്ക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്നതും ആൽഡോസ്റ്റിറോൺ ആണ്. സോഡിയം അയോൺസിനെയും വാട്ടറിനെയും റീഅബ്സോർബ് ചെയ്യാനും പൊട്ടാസ്യം അയോണിനെയും ഫോസ്ഫേറ്റ് അയോണിനെയും എക്സ്ക്രീറ്റ് ചെയ്യാനും ഒരേ സമയം ആൽഡോസ്റ്റിറോൺ സഹായിക്കുന്നുണ്ട്. Thus aldosterone helps in the maintenance of electrolytes, body fluid volume, ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് ബ്ലഡ് പ്രഷർ. ഇങ്ങനെ ഇത്തരം പ്രവർത്തനത്തിലൂടെ ശരീരത്തിലെ ലവണത്തിൻ്റെയും ശരീര ദ്രവത്തിൻ്റെ അളവിനെയും ഓസ്മോട്ടിക് പ്രഷർ, ബ്ലഡ് പ്രഷർ എന്നിവയെയും നിയന്ത്രിക്കാൻ ആൽഡോസ്റ്റിറോൺ സഹായിക്കുന്നു. ഈ കോർട്ടിക്കോയിഡ്സിനെ കൂടാതെ സ്മോൾ അമൗണ്ട്സ് ഓഫ് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് ആർ ഓൾസോ സെക്രീറ്റഡ് ബൈ അഡ്രീനൽ കോർട്ടെക്സ്. അപ്പോൾ അഡ്രീനൽ കോർട്ടെക്സിൽ നിന്ന് ചില ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സും സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. They play a role in the growth of axial hair, pubic hair and facial hair during puberty. Puberty attain ചെയ്യുന്ന സമയത്ത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രോമവളർച്ചയെ സഹായിക്കുന്നതിൽ അഡ്രീനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻഡ്രോജനിക് സ്റ്റീറോയിഡ്സ് ഒരു നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. ആക്ച്വൽ ഹെയർ, ഗുഹ്യഭാഗങ്ങളിലെ രോമം, മുഖരോമം, താടി, മീശ തുടങ്ങിയവയൊക്കെ വളരാൻ സഹായിക്കുന്നത് ഈ ആൻഡ്രോജനിക് സ്റ്റീറോയിഡ്സ് ആണ്. അഡ്രീനൽ ഗ്ലാൻഡിനെ കുറിച്ചാണ് നാം ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അഡ്രീനൽ ഗ്ലാൻഡ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് കിഡ്നീസ്. വി ഹാവ് എ പെയർ ഓഫ് adrenal glands. Adrenal gland has two parts, namely an outer tissue layer called adrenal cortex and a centrally located tissue, adrenal medulla. Adrenal medulla secretes hormones which are collectively called catecholamines. Adrenal medulla secretes two types of hormones, adrenaline and noradrenaline. They prepares our body to face emergency situations and overcome stress. So these hormones are called emergency hormones or fight or flight hormones. ഒരു പ്രതിസന്ധി സാഹചര്യത്തിൽ ഫൈറ്റ് ചെയ്യാനോ പലായനം ചെയ്യാനോ ഫ്ലൈറ്റ് ചെയ്യാനോ സഹായിക്കുന്നത് കൊണ്ടാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, ഒരു നായ നമ്മളെ കടിക്കാൻ വരികയാണെങ്കിൽ ഒന്നുകിൽ നാം ഓടി രക്ഷപ്പെടും, അല്ലെങ്കിൽ തിരിച്ചതിനെ ആക്രമിക്കാനായി തയ്യാറാകും, ഒരു കല്ലെടുത്ത് എറിയാൻ ശ്രമിക്കും. ഈ രണ്ട് പ്രവർത്തനത്തിന് നമ്മുടെ ശരീരത്തെ സജ്ജമാക്കുന്നത് കാറ്റക്കോലമൈൻസ് ആണ്. അതുകൊണ്ടാണ് ഇവയെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ദെൻ adrenal cortex. Adrenal cortex is the outer layer of tissues. It has three different layers. An inner layer
zona reticularis, middle layer zona fasciculata, and outer layer zona glomerulosa. The hormones secreted from adrenal cortex is collectively called corticoids. There are two categories of corticoids, namely glucocorticoids and mineralocorticoids. Cortisol is an example for glucocorticoid and aldosterone is an example for mineralocorticoid in our body. They perform different functions. Now let's check how far you have got an idea about adrenal gland. So let's do an activity. A concept map is given. അഡ്രീനൽ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കോൺസെപ്റ്റ് മാപ്പ് കാണിച്ചിരിക്കുന്നു. ഇതിൽ ചില ഭാഗങ്ങൾ ബ്ലാങ്ക് ആണ്. ആ ബ്ലാങ്ക് സ്പേസ് ഫില്ല് ചെയ്യുക. ഈ കോൺസെപ്റ്റ് മാപ്പ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചറുമായി ഡിസ്കസ് ചെയ്യാം. Now we will move on to the next gland, pancreas. പാൻക്രിയാസിനെ കുറിച്ച് we have already studied in digestion and absorption. Pancreas is a composite gland. It acts as both exocrine and an endocrine gland. പാൻക്രിയാസിന് ഒരു എക്സോക്രൈൻ പാർട്ടും ഒരു എൻഡോക്രൈൻ പാർട്ടും ഉണ്ട്. എക്സോക്രൈൻ പാർട്ട് സെക്രീറ്റ്സ് എൻസൈംസ്. ആ എൻസൈംസിനെ കുറിച്ച് നമ്മൾ ദഹനത്തിൽ പഠിച്ചു. പാൻക്രിയാറ്റിക് ഡക്റ്റ് വഴി എൻസൈംസ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഡ്യുയോഡനത്തിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. പാൻക്രിയാറ്റിക് അമിലേസ്, പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്നീ എൻസൈമുകളെക്കുറിച്ചൊക്കെ നിങ്ങൾ അവിടെ പഠിച്ചതാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാൻക്രിയാസിൻ്റെ ഹോർമോണൽ റോളിനെ കുറിച്ചാണ്. Exocrine part secretes enzymes while endocrine part of the pancreas secretes hormones. The endocrine part of pancreas consists of a specialized type of cells called islets of Langerhans. There are about 1 to 2 million islets of Langerhans in a normal human pancreas, representing only 1 to 2% of the pancreatic tissue. പാൻക്രിയാസിനുള്ളിൽ ഏകദേശം 1 മുതൽ 2 ദശലക്ഷത്തോളം ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് കോശങ്ങളാണ് കാണപ്പെടുന്നത്. ഇത് പാൻക്രിയാസിൻ്റെ ആകെയുള്ള കലകളുടെ 1 മുതൽ 2% വരെ മാത്രമാണ്. There are two main types of cells in the islets of Langerhans. They are called alpha cells and beta cells. ഈ ആൽഫ സെൽസും ബീറ്റ സെൽസും 2 വ്യത്യസ്ത തരം ഹോർമോണുകളെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ആൽഫ സെൽസ് സെക്രീറ്റ് എ ഹോർമോൺ കോൾഡ് ഗ്ലൂക്കഗോൺ വൈൽ ബീറ്റ സെൽസ് സെക്രീറ്റ് ഇൻസുലിൻ. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണിനെയും ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണിനെയും ഉൽപ്പാദിപ്പിക്കുന്നു. ഗ്ലൂക്കഗോൺ ഈസ് എ പെപ്റ്റൈഡ് ഹോർമോൺ. ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കഗോൺ ഒരു പെപ്റ്റൈഡ് ഹോർമോണാണ്. വാട്ട് ഈസ് ഇറ്റ്സ് റോൾ? It plays an important role in maintaining the normal blood glucose levels. ശരീരത്തിലെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്നതിന് സഹായിക്കുന്നൊരു ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. എങ്ങനെയാണ് ഇത് സാധ്യമാക്കുന്നത്? ഗ്ലൂക്കഗോൺ ആക്ട്സ് മെയിൻലി ഓൺ ദ ലിവർ സെൽസ് കോൾഡ് ഹെപ്പറ്റോസൈറ്റ്സ് ആൻഡ് സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജനോലിസിസ് റിസൾട്ടിംഗ് ഇൻ ആൻ ഇൻക്രീസ്ഡ് ബ്ലഡ് ഷുഗർ. ദാറ്റ് ഈസ് കോൾഡ് ഹൈപ്പർഗ്ലൈസീമിയ. ഗ്ലൂക്കഗോൺ കരൾ കോശങ്ങളിൽ, അതായത് ഹെപ്പറ്റോസൈറ്റ്സിൽ പ്രവർത്തിച്ച് ഗ്ലൈക്കോജനോലിസിസിനെ ഉത്തേജിപ്പിക്കുന്നു. ഗ്ലൈക്കോജനോലിസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ. സംഭരിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഡിസോസിയേറ്റ് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയും തൽഫലമായി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയെ ഹൈപ്പർഗ്ലൈസീമിയ എന്നാണ് പറയുന്നത്. സോ ഗ്ലൂക്കഗോൺ ഈസ് എ ഹൈപ്പർഗ്ലൈസീമിക് ഹോർമോൺ. അതുകൊണ്ട് തന്നെ ഗ്ലൂക്കഗോണിനെ ഒരു ഹൈപ്പർഗ്ലൈസീമിക് ഹോർമോൺ എന്ന് പറയാം. ഇതുകൂടാതെ ഗ്ലൂക്കോനിയോജനസിസ് എന്ന പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും ഹൈപ്പർഗ്ലൈസീമിയ എന്ന അവസ്ഥയ്ക്ക് കാരണമാകുകയും ചെയ്യും. ഗ്ലൂക്കോസ് കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത വസ്തുക്കളിൽ നിന്ന് സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയുന്നത്.
Glucagon reduces the cellular glucose uptake and utilization. കോശങ്ങളുടെ ആഗിരണത്തെ, ഗ്ലൂക്കോസിൻ്റെ ആഗിരണത്തെയും സ്വാംശീകരണത്തെയും റെഡ്യൂസ് ചെയ്യുന്നതും ഗ്ലൂക്കഗോണാണ്. അപ്പോൾ കോശങ്ങൾ ആഗിരണം ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കുന്നു? ഗ്ലൂക്കോസ് രക്തത്തിൽ തന്നെ നിലനിൽക്കുകയും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യും. ഇങ്ങനെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുന്നത് ലീഡ്സ് ടു ഹൈപ്പർഗ്ലൈസീമിയ. സോ ലെറ്റ്സ് സേ glucagon is a hyperglycemic hormone. Now insulin. Insulin is produced by the beta cells of islets of Langerhans. Insulin also is a peptide hormone which plays a major role in the regulation of glucose homeostasis. Glucose in the സമസ്ഥിതി നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പെപ്റ്റൈഡ് ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിൻ ആക്ട്സ് മെയിൻലി ഓൺ ഹെപ്പറ്റോസൈറ്റ്സ് ആൻഡ് അഡിപ്പോസൈറ്റ്സ് ആൻഡ് എൻഹാൻസസ് സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. ഇൻസുലിൻ ഹെപ്പറ്റോസൈറ്റ്സ് കരൾ കോശങ്ങളിലും അഡിപ്പോസൈറ്റ്സ് കൊഴുപ്പ് കലകളിലെ കോശങ്ങളിലും പ്രവർത്തിക്കുകയും ഗ്ലൂക്കോസിൻ്റെ സെല്ലുലാർ അപ്ടേക്കിനെയും യൂട്ടിലൈസേഷനെയും എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. ആസ് എ റിസൾട്ട്, there is a rapid movement of glucose from blood to hepatocytes and adipocytes, resulting in decreased blood glucose levels. ഇങ്ങനെ രക്തത്തിൽ നിന്നും കരൾ കോശങ്ങളിലേക്കും അഡിപ്പോസൈറ്റുകളിലേക്കുമുള്ള ഗ്ലൂക്കോസിൻ്റെ ചലനം കൂടുകയും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു. That condition is called hypoglycemia. Insulin also stimulates the conversion of glucose to glycogen. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന പ്രവർത്തനത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഇൻസുലിൻ എന്ന ഹോർമോണാണ്. ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജൻ ഈസ് കാൾഡ് ഗ്ലൈക്കോജനസിസ്. ഗ്ലൂക്കോസിൽ നിന്ന് ഗ്ലൈക്കോജൻ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗ്ലൈക്കോജനസിസ് എന്ന് പറയുന്നത്. ദിസ് പ്രോസസ് ഇസ് സ്റ്റിമുലേറ്റഡ് ബൈ ഇൻസുലിൻ. ഇത് ടാർഗറ്റ് സെൽസിൽ, ലക്ഷ്യകലകളിൽ അല്ലെങ്കിൽ ലക്ഷ്യകോശങ്ങളിൽ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായി സംഭരിക്കപ്പെടുന്നു. Thus, the glucose homeostasis in blood is maintained jointly by the two hormones, namely insulin and glucagon. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ഹോമിയോസ്റ്റസിസ്, ആന്തര സമസ്ഥിതി പാലിക്കപ്പെടുന്നത് ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും സംയുക്തമായ പ്രവർത്തനം കൊണ്ടാണ്. ഗ്ലൂക്കഗോൺ ഈസ് എ ഹൈപ്പർഗ്ലൈസീമിക് ഹോർമോൺ while insulin is a hypoglycemic hormone. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റിക്കൊണ്ട് അളവ് കുറയ്ക്കുന്നത് ഇൻസുലിനാണ്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ ഗ്ലൈക്കോജനെ വീണ്ടും ഗ്ലൂക്കോസാക്കി മാറ്റി രക്തത്തിലേക്ക് സ്രവിക്കാൻ സഹായിക്കുന്നത് ഗ്ലൂക്കഗോണാണ്. ഇങ്ങനെ ഇവയുടെ സംയുക്തമായ പ്രവർത്തനം കൊണ്ടാണ് ശരീരത്തിൽ അല്ലെങ്കിൽ ശരീരദ്രവങ്ങളിൽ ഗ്ലൂക്കോസിൻ്റെ സന്തുലിതാവസ്ഥ പാലിക്കപ്പെടുന്നത്. ഹൈപ്പർഗ്ലൈസീമിയ എന്ന അവസ്ഥ സ്ഥിരമായി കുറേ കാലം നിലനിൽക്കുമ്പോൾ അത് മറ്റൊരവസ്ഥാ വിശേഷത്തിലേക്ക് നയിക്കും. അതിനെയാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. പ്രൊലോങ്ഡ് ഹൈപ്പർഗ്ലൈസീമിയ ലീഡ്സ് ടു എ കോംപ്ലക്സ് ഡിസോർഡർ കോൾഡ് ഡയബറ്റിസ് മെലിറ്റസ്. It is associated with loss of glucose through urine and formation of harmful compounds known as ketone bodies. വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഹൈപ്പർഗ്ലൈസീമിയ ഡയബറ്റിസ് മെലിറ്റസ് അഥവാ പ്രമേഹം എന്ന സങ്കീർണമായ അവസ്ഥയിലേക്ക് നയിക്കുന്നു. പ്രമേഹ രോഗത്തെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. മൂത്രത്തിലൂടെ ഗ്ലൂക്കോസ് നഷ്ടപ്പെടുക, കീറ്റോൺ ബോഡികൾ എന്ന ദോഷകരമായ സംയുക്തങ്ങൾ രൂപപ്പെടുക തുടങ്ങിയവ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ശരീരത്തിൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്നു. ഈ ഗ്ലൂക്കോസ്, അധികമുള്ള ഈ ഗ്ലൂക്കോസ് രക്തത്തിൽ നിന്ന് വൃക്കകൾ അരിച്ചു മാറ്റി മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. തൽഫലമായി കീറ്റോൺ ബോഡീസ് ആർ ഫോംഡ്. ഈ അവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഡയബറ്റിസ് മെലിറ്റസിന് വളരെ ഫലപ്രദമായ ഒരു ചികിത്സാ രീതി ഇൻസുലിൻ തെറാപ്പിയാണ്. അപ്പോൾ ഇൻസുലിൻ തെറാപ്പിയിലൂടെ പ്രമേഹ രോഗികളെ ചികിത്സിച്ച് ഭേദമാക്കാം. പ്രമേഹ രോഗികൾ ഇൻസുലിൻ കുത്തിവയ്പ് എടുക്കുന്നത് നിങ്ങളിൽ പലർക്കും പരിചയമുണ്ടാകും. അപ്പോൾ ഒരു ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ അളവിൽ കൂടുതലായാലും ആവശ്യത്തിന് ഇല്ലെങ്കിലും ശരീരത്തിൽ പ്രതികൂലമായ
മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. So in this class we have discussed about two glands in detail, adrenal gland and pancreas. Adrenal ഗ്രന്ഥിയെക്കുറിച്ച് ഒരു പ്രാവശ്യം നാം റിവൈസ് ചെയ്യുകയും കൂടി ചെയ്തിട്ടുണ്ട്. Pancreas, let me repeat, pancreas is a composite gland. It has both exocrine part and endocrine part. Exocrine part of pancreas secrete enzymes and endocrine part secretes hormones. There are two types of cells present in islets of Langerhans, which are specialized cell clusters in pancreas. They are alpha cells and beta cells. Alpha cells produce a hormone called glucagon, while beta cells produce insulin. Glucagon is a hyperglycemic hormone and insulin is a hypoglycemic hormone. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാം പഠിച്ചത്. ഇനി ഇൻസുലിൻ്റെ തകരാറ് കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ബീറ്റാ കോശങ്ങൾക്കുള്ള തകരാറ് കൊണ്ടോ ഇൻസുലിൻ്റെ അളവിലുള്ള വ്യത്യാസം കൊണ്ടോ ഒക്കെ ഉണ്ടാകാവുന്ന ഒരു തകരാറാണ് ഡയബറ്റിസ് മെലിറ്റസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. Now an assignment regarding pancreas. Insulin and glucagon are antagonistic in their function. Explain. ഇൻസുലിനും ഗ്ലൂക്കഗോണും പ്രതിദ്വന്ദ്വ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. വിശദമാക്കുക. നാം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇവയുടെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി ഒരു കുറിപ്പ് തയ്യാറാക്കുക. അതും നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.